ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. 3 മാർക്കിൻ്റെ 10 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് എനി 3 ഡിഫറൻസസ് ബിറ്റ്വീൻ പ്രൈവറ്റ് കമ്പനി ആൻഡ് പബ്ലിക് കമ്പനി. പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും തമ്മിലുള്ള ഏതെങ്കിലും 3 ഡിഫറൻസ് നോക്കാം. പബ്ലിക് കമ്പനി എന്ന് പറയുന്നത്, പബ്ലിക് കമ്പനിയിലെ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് 7 മാക്സിമം അൺലിമിറ്റഡും ആണ്. പ്രൈവറ്റ് കമ്പനിയുടേത് മിനിമം 2 മാക്സിമം 200 ആണ്. പബ്ലിക് കമ്പനിയുടെ മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് 3, പ്രൈവറ്റ് കമ്പനിയുടേത് 2 ആണ്. പബ്ലിക് കമ്പനിക്ക് മെമ്പേഴ്സിൻ്റെ ഇൻഡെക്സ് കീപ്പ് ചെയ്യാന്ന് പറയുന്നത് കമ്പൾസറി ആണ്, പ്രൈവറ്റ് കമ്പനിക്ക് അത് കമ്പൾസറി അല്ല. പബ്ലിക് കമ്പനിക്ക് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല, പ്രൈവറ്റ് കമ്പനിക്ക് റെസ്ട്രിക്ഷൻ ഉണ്ട്. പബ്ലിക് കമ്പനിക്ക് അവരുടെ ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യാൻ പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യാം, പക്ഷേ ഇവിടെ ഇൻവൈറ്റ് ചെയ്യാൻ, പ്രൈവറ്റിനെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് 3 ഫോംസ് ഇൻ വിച്ച് എ പബ്ലിക് എൻ്റർപ്രൈസ് ക്യാൻ ബി ഫോംഡ്. ഒരു പബ്ലിക് എൻ്റർപ്രൈസ്, പൊതുമേഖലാ സ്ഥാപനം 3 രീതിയിൽ ഫോം ചെയ്യാം. ആദ്യത്തേതാണ് ഡിപ്പാർട്ട്മെൻ്റൽ അണ്ടർടേക്കിങ്സ്. ഡിപ്പാർട്ട്മെൻ്റൽ അണ്ടർടേക്കിങ്സ് എന്ന് പറയുമ്പോൾ ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് അത് ഫോം ചെയ്യുക, ഒരു മിനിസ്ട്രിയുടെ കീഴിലാണ് അത് വരുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് റെയിൽവേ, LIC എല്ലാം. ദെൻ അടുത്തതാണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ. സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ അല്ലെങ്കിൽ പബ്ലിക് കോർപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു പാർലമെൻറ്റിൽ ഒരു സെപ്പറേറ്റ് ലോ തന്നെ പാസ്സാക്കിയാണ് ആ സ്ഥാപനം നിലവിൽ വരുന്നത്. അതിന് ഓട്ടോണമി ഉണ്ട്. ദെൻ എന്താണ്, അതിന് സ്വന്തമായിട്ട് എഗ്രിമെൻറ്റിൽ ഏർപ്പെടാനും കോൺട്രാക്റ്റിൽ ഏർപ്പെടാനും എല്ലാമുള്ള റൈറ്റ്സ് ഉണ്ട്. അതിൻ്റെ എക്സാമ്പിളാണ് RBI വരുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ആണ് ഗവൺമെൻറ് കമ്പനി. ഗവൺമെൻറ് കമ്പനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പബ്ലിക് എൻ്റർപ്രൈസിൽ ഗവൺമെൻറ്റിൻ്റെ ഷെയർസ് എന്ന് പറയുന്നത് നോട്ട് ലെസ് ദാൻ 51%, 51% കുറയാത്തൊരു ഷെയർ ഉണ്ടെങ്കിൽ അതാണ് ഗവൺമെൻറ് കമ്പനി. ദെൻ ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്സിലെ എംപ്ലോയീസ് എല്ലാം ഗവൺമെൻറ് ഒഫീഷ്യൽസ് ആയിരിക്കും കേട്ടോ. ദെൻ കംപ്ലീറ്റ് ദ ഡയഗ്രാം. B2B, C2C എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ടു കസ്റ്റമർ ആണ്. B2C എന്ന് വെച്ചാൽ ബിസിനസ് ടു കസ്റ്റമർ. ഇൻട്രാ-B എന്ന് വെച്ചാൽ വിത്തിൻ ദ ബിസിനസ് ആണ്. സോ നോക്കാം, കസ്റ്റമർ ടു കസ്റ്റമറിൻ്റെ എക്സാമ്പിൾ എന്താണ്, സെല്ലിംഗ് യൂസ്ഡ് കാർ ബൈ വൺ കസ്റ്റമർ ടു അനദർ ത്രൂ ഓൺലൈൻ. ബിസിനസ് ടു കസ്റ്റമറിൽ വരുന്നത് ഓൺലൈനായിട്ട് കസ്റ്റമേഴ്സിന് ഗുഡ്സ് വിൽക്കുന്നത്. ട്രാൻസാക്ഷൻ വിത്തിൻ ദ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഓരോ ബിസിനസ്സിൽ തന്നെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിൽ വരുന്ന ട്രാൻസാക്ഷൻസ് ആണ്. റൈറ്റ് ഇനി 3 ഫങ്ഷൻസ് ഓഫ് എ പ്രൊമോട്ടർ. ഒരു പ്രൊമോട്ടറുടെ ഫങ്ഷൻസ് ഏതൊക്കെയാണ്? ഒന്ന്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ബിസിനസ് ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിക്കുക. ഫീസിബിലിറ്റി സ്റ്റഡീസ് നടത്തുക. എക്കണോമിക് ഉണ്ട്, ടെക്നിക്കൽ ഉണ്ട്, ഫിനാൻഷ്യൽ ഉണ്ട്. ഈ 3 സ്റ്റഡീസ് നടത്തുക. നെയിം അപ്രൂവൽ, കമ്പനിയുടെ പേര് അപ്രൂവ് ചെയ്ത് വാങ്ങിക്കുക രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ അടുത്ത് നിന്ന്. മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിൽ ഒപ്പിടാനുള്ള ആളുകളെ ഫിക്സ് ചെയ്യാം. മെർക്കൻറ്റൈൽ ബാങ്കേഴ്സ് അതേപോലെ അണ്ടർറൈറ്റേഴ്സ് പോലെയുള്ള പ്രൊഫഷണൽസിനെ അപ്പോയിൻറ്റ് ചെയ്യുക. രജിസ്ട്രാർ ഓഫ് കമ്പനിക്ക് മുമ്പാകെ സബ്മിറ്റ് ചെയ്യേണ്ട നെസസറി ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാം. ദെൻ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എന്താണ്? ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫണ്ട്സ് റിക്വയർഡ് ഫോർ ലോങ് ടേം പർപ്പസ്. ആക്ച്വലി ഫിക്സഡ് ആസറ്റ്സ് പർച്ചേസ് ചെയ്യാൻ ആവശ്യമുള്ള ഫണ്ടിനെയാണ് ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള ഫണ്ടാണ്. അതായത് കറണ്ട് ആസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട്സാണ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 3 പ്രൊസീജിയർ ഫോർ എക്സ്പോർട്ട് ട്രേഡ്. എക്സ്പോർട്ട് ട്രേഡിൻ്റെ ഏതെങ്കിലും 3 പ്രൊസീജിയറാണ്. ആദ്യത്തേത് റെസിപ്റ്റ് ഓഫ് എൻക്വയറി ആൻഡ് സെൻഡിങ് കൊട്ടേഷൻ. ആ എൻക്വയറി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ റെസിപ്റ്റ് ഓഫ് ഓർഡർ എടുക്കുന്നു. അതിനുശേഷം ആ ഓർഡർ എടുത്ത് നമ്മൾ അയാൾക്ക് കൊടുത്താൽ അയാൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ആ ബയ്യറുടെ, ആ ഇമ്പോർട്ടറുടെ ക്രെഡിറ്റ് വർത്തിനെസ് ആക്സസ് ചെയ്യുന്നു. അതേപോലെ പേയ്മെൻറ്റ് ചെയ്യും എന്നുള്ളൊരു ഗ്യാരണ്ടി അതും കൂടി സെക്യൂർ ചെയ്യും. അതിനുശേഷം എക്സ്പോർട്ടിന് വേണ്ട എക്സ്പോർട്ട് ലൈസൻസ് എടുക്കും, ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡൊക്കെ അവരെടുക്കും. ദെൻ ഇത് കയറ്റി വിടുന്നതിന് മുന്നേ കുറേ ചിലവുകളുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ഫിനാൻസ് ബാങ്കിൽ നിന്ന് എടുക്കും, അതാണ് പ്രീ ഷിപ്മെൻറ്റ് ഫിനാൻസ്. പിന്നെ ഒന്നെങ്കിൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ പ്രൊക്യൂർ ചെയ്യും, കളക്ട് ചെയ്യും. അതിനുശേഷം പ്രീ ഷിപ്മെൻറ്റ് ഇൻസ്പെക്ഷൻ വരുന്നുണ്ട്. ഏതെങ്കിലും 3 പോയിന്റ്സ് നമ്മളോട് ഇതിൽ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, moving on to next question, state the responsibility of business towards customers. കസ്റ്റമേഴ്സിനോട് ബിസിനസ്സിനുള്ള റെസ്പോൺസിബിലിറ്റി എന്താണ്? റൈറ്റ് ടൈമിൽ റീസണബിൾ പ്രൈസിൽ ഗുഡ്സ് സപ്ലൈ ചെയ്യുക. അഡൾട്രേഷൻ, പുവർ ക്വാളിറ്റി, മിസ്ലീഡിങ് അഡ്വർടൈസിങ് ഒക്കെ അതിലൊക്കെ കൃത്യമായിട്ട് നടപടികൾ എടുക്കുക. പ്രോഡക്റ്റിനെ പറ്റിയിട്ടുള്ള റൈറ്റ് ഇൻഫർമേഷൻ കൊടുക്കുക. ആഫ്റ്റർ സെയിൽ സർവീസ് ഉറപ്പുവരുത്തുക. കസ്റ്റമറുടെ കംപ്ലയിൻറ്റ്സ് കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദീസ് ആർ ക്രിയേറ്റഡ് ബൈ എ സ്പെഷ്യൽ ആക്ട് ഓഫ് പാർലമെൻറ്റ് ഓർ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. ഇത് ഏതാണ്? സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ അല്ലെങ്കിൽ പബ്ലിക് കോർപ്പറേഷൻ എന്ന് പറയും. അതിൻ്റെ എക്സാമ്പിളാണ് RBI, SBI ഒക്കെ വരുന്നത്. ദെൻ എന്താണ് മെയ്റ്റ്സ് റെസിപ്റ്റ്? മെയ്റ്റ്സ് റെസിപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ആ ഷിപ്പിൻ്റെ കമാൻഡിങ് ഓഫീസർ ഇഷ്യൂ ചെയ്യുന്നതാണ് മെയ്റ്റ്സ് റെസിപ്റ്റ്. അതായത് നമ്മുടെ ചരക്ക് നമ്മൾ ഷിപ്പിലേക്ക് കയറ്റിക്കഴിഞ്ഞാൽ
ഏത് ഷിപ്പിലാണ്, ഏത് ബെർത്തിലാണ്, എന്നാണ് ഇത് ഷിപ്മെൻറ്റിൻ്റെ ഡേറ്റ്, ആ പാക്കേജിൻ്റെ ഡിസ്ക്രിപ്ഷൻ, ദെൻ അതിൻ്റെ മാർക്സ്, നമ്പേഴ്സ്, ആ കാർഗോയുടെ കണ്ടീഷൻ, ഈ ഷിപ്പിലേക്ക് കയറുന്ന സമയത്തുള്ള കണ്ടീഷൻ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഷിപ്പിംഗ് ഓഫീസർ, കമാൻഡിങ് ഓഫീസർ ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെൻ്റാണ് മെയ്റ്റ്സ് റെസീപ്റ്റ്. അതേസമയം ബിൽ ഓഫ് ലാഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഷിപ്പിൻ്റെ ഫ്രൈറ്റ് ചാർജ് അടച്ചതിന് ശേഷം, അതായത് ചരക്ക് കൂലി അടച്ചതിന് ശേഷം ഈ ഷിപ്പിംഗ് കമ്പനിയുടെ തന്നെ കമാൻഡിങ് ഓഫീസർ ഇഷ്യൂ ചെയ്യുന്ന മറ്റൊരു ഡോക്യുമെൻ്റാണ് ബിൽ ഓഫ് ലാഡിംഗ്. അതായത് ഷിപ്പിലേക്ക് നമ്മൾ സാധനം കയറ്റി വിട്ടല്ലോ, ഇനി അത് നമ്മുടെ ഇമ്പോർട്ടൻ്റെ കയ്യിൽ എത്തിച്ചു കൊടുക്കേണ്ട ഡ്യൂട്ടി ആരുടേതാ? ഈ ഷിപ്പിംഗ് കമ്പനിയുടേതാ. അപ്പോൾ അതിൻ്റെ റൂൾസും ടേംസ് ആൻഡ് കണ്ടീഷൻസും ഒക്കെ ഉള്ളതാണ് ബിൽ ഓഫ് ലാഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ് മെയിൽ ഓർഡർ ബിസിനസ്. മാച്ച് ഫോളോയിങ് ആണ്. മെയിൽ ഓർഡർ ബിസിനസ് ഷോപ്പിംഗ് ബൈ പോസ്റ്റ് ആണ്. മൾട്ടിപ്പിൾ ഷോപ്സ്, നെറ്റ്വർക്ക് ഓഫ് റീറ്റെയിൽ ഷോപ്സും സൂപ്പർ മാർക്കറ്റ്സ്, സെൽഫ് സർവീസ് സ്റ്റോഴ്സും ആണ്. വാട്ട് ആർ ദ സർവീസസ് പ്രൊവൈഡ് ബൈ ഹോൾസെയിലേഴ്സ് ടു മാനുഫാക്ചറേഴ്സ്? ഹോൾസെയിലേഴ്സ് മാനുഫാക്ചറേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് എന്തൊക്കെയാണ്? മാനുഫാക്ചറേഴ്സിന് ലാർജ് സ്കെയിലിൽ പ്രൊഡക്ഷൻ നടത്താൻ അവരെ സഹായിക്കുന്നു അല്ലേ, എല്ലാ വിധത്തിലുള്ള റിസ്ക്കും ഏറ്റെടുക്കുന്നു, സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ കൊടുക്കുന്നു, എക്സ്പെർട്ട് അഡ്വൈസ് കൊടുക്കുന്നു, പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു, പ്രൊഡക്ഷൻ കണ്ടിന്യൂ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു, ഇത് സ്റ്റോറേജ്, ട്രാൻസ്പോർട്ടേഷൻ പോലെയുള്ള എല്ലാ റിസ്കുകളും ഏറ്റെടുക്കുന്നു. റൈറ്റ് the name of any 3 external source of business finance. പുറമേ നിന്ന് ബിസിനസ് കളക്ട് ചെയ്യുന്ന ഏതെങ്കിലും 3 സോഴ്സ് ഓഫ് ഫണ്ട്. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു, മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ലോൺ എടുക്കുന്നു, പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ലീസ് ഫിനാൻസിങ്, കൊമേഴ്ഷ്യൽ പേപ്പർ, ട്രേഡ് ക്രെഡിറ്റ്, ഫാക്ടറിങ്, പബ്ലിക് ഡിപ്പോസിറ്റ്സ് ഒക്കെ ഇതിൻ്റെ എക്സാമ്പിളാണ്. സോ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസേഴ്സ് നോക്കിയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്